ഇസ്രായേൽ ഹൂതി സംഘർഷം നിർണായക തലത്തിലേക്ക് ഉയർന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ ഹൊദൈദ തുറമുഖം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേൽ നാവികസേനയുടെ കപ്പലുകളാണ് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തുറമുഖം ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സൈനിക ആവശ്യങ്ങൾക്കായി ഹൂതികൾ ഹൊദൈദ തുറമുഖം ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതിന് തടയിടാനാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തുറമുഖത്ത് നിന്ന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 2 വ്യത്യസ്ത ആക്രമണങ്ങൾ ഉണ്ടായതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസിറ TV റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. സാധാരണ യമനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നാവിക ആക്രമണമാണ് നടത്താറുള്ളത്. ഇത്തവണയും നാവിക ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെ ഹൊദൈദ തുറമുഖത്തിനും ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മറ്റു തുറമുഖങ്ങളായ റാസ് ഈസ, സാലിഫ് തുറമുഖങ്ങൾക്കും IDF ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇസ്രായേൽ ഈ തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയത്. തീവ്രവാദ ഹൂതി ഭരണകൂടം തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്കായി തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നു. അതിനാൽ ഈ തുറമുഖങ്ങളിലുള്ള എല്ലാവരോടും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒഴിഞ്ഞു പോകാനും നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി അവിടെ നിന്ന് മാറി നിൽക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് IDFൻ്റെ അറബിക് വക്താവ് അവിജയ് അദ്രൈ എക്സിൽ കുറിച്ചത്. ഹൂതികളുടെ മീഡിയ ഓഫീസിൻ്റെ ഡെപ്യൂട്ടി മേധാവി നസ്രുദ്ദീൻ ആമർ ആക്രമണം ഹൂതികളെ ബാധിച്ചിട്ടില്ലെന്ന് എക്സിലൂടെ അറിയിച്ചു. ഗാസയെ പിന്തുണച്ച് ആഴ്ചതോറും തെരുവിലിറങ്ങുന്ന ഞങ്ങളുടെ ജനതയുടെ മനോവീര്യത്തെ പോലും ഇത് ബാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറിച്ചു. ദശലക്ഷക്കണക്കിന് യമനികൾക്ക് ഭക്ഷണവും മറ്റു മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രധാന പ്രവേശന കേന്ദ്രമാണ് ഹുദൈദ തുറമുഖം. കഴിഞ്ഞ വർഷം നിരവധി ഇസ്രായേലി ആക്രമണങ്ങൾക്ക് ഈ തുറമുഖം ഇരയായിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തെ 1 മാസത്തേക്ക് തടസ്സപ്പെടുത്തിയതായി ഇസ്രായേലും അവകാശപ്പെട്ടു. 2014 തലസ്ഥാനമായ സാനയിൽ യമൻ സർക്കാരിനെ പുറത്താക്കിയത് മുതൽ യമനിലെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികളാണ്. തുടർന്ന് ശക്തമായ ആഭ്യന്തര യുദ്ധത്തിനും യമൻ സാക്ഷ്യം വഹിച്ചു. ഗാസയിലെ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്. 2023 ഒക്ടോബറിൽ പലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസിൻ്റെ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്നാണ് ഹൂതികളും ആക്രമണം തുടങ്ങിയത്. 2023 നവംബർ മുതൽ ഹൂതികൾ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. 2 കപ്പലുകളെ മുക്കി നിരവധി കപ്പലുകളെ പിടിച്ചെടുത്തു. ഇതേ തുടർന്ന് ആഗോള കടൽമാർഗ വ്യാപാരത്തിൻ്റെ ഏകദേശം 15% കടന്നുപോകുന്ന ചെങ്കടൽ ഉപയോഗിക്കുന്നത് നിർത്താനും പകരം ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വളരെ നീണ്ട പാത സ്വീകരിക്കാനും പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ഉൾപ്പെടെ നിർബന്ധിതരായി. അതിനിടെ ഹൊദൈദ തുറമുഖം ആക്രമിച്ചതിന് ഹൂതികൾ ഇസ്രായേലിന് തിരിച്ചടി നൽകിയിരിക്കുന്നു. ഇസ്രായേലിന് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. മിസൈലിനെ ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടതായി IDF അവകാശപ്പെട്ടു. യമനിൽ നിന്ന് വന്ന മിസൈലിനെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി IDF അറിയിച്ചു. ആകാശത്ത് വെച്ച് പല കഷ്ണങ്ങളായി മിസൈലിനെ തകർത്തു. ഈ കഷ്ണങ്ങളെ തകർക്കാൻ കൂടുതൽ ഇൻ്റർസെപ്റ്ററുകളെ ഉപയോഗിക്കേണ്ടി വന്നെന്നും IDF വ്യക്തമാക്കി. 7ഓളം ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഹൂതികളുടെ മിസൈലിനെ തകർത്തതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു.